ബിഗ് ബ്രേക്കിംഗ്. ഇത് ഏറെ നിരാശാജനകമായ വാർത്തയാണ്. വേൾഡ് കപ്പിന് ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കെ മെസ്സി ആരാധകർക്കും അർജന്റീന ആരാധകർക്കും നെഞ്ചു പൊട്ടുന്ന ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. ഏറെ നിരാശാജനകമായ വാർത്ത. നിലവിൽ ഇന്ന് മേജർ ലീഗ് സോക്കറിൽ നടന്ന ഇന്റർ മിയാമി ഫിലാഡൽഫിയ പോരാട്ടത്തിൽ 6-4 എന്ന തകർപ്പൻ വിജയം ഇന്റർ മിയാമി സ്വന്തമാക്കിയിരുന്നു. ഇരട്ട അസിസ്റ്റുമായി ലിയണൽ മെസ്സിയും ഹാട്രിക്കുമായി സുവാരസും ഇരട്ട ഗോളുമായി ബെഡ്രീമുമെല്ലാം കളം നിറഞ്ഞ പോരാട്ടമായിരുന്നു. ലൂയിസ് സുവാരസിന്റെ മിന്നും ഹാട്രിക്കിനോടൊപ്പം തന്നെ ലിയോയും മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരട്ട അസിസ്റ്റുമായി ലിയണൽ മെസ്സി മിന്നും ഫോമിലായിരുന്നു. അങ്ങനെയിരിക്കെ മത്സരത്തിന്റെ 74-ാം മിനിറ്റിലാണ് ലിയണൽ മെസ്സി കോച്ചിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. പരിക്കിന്റെ എന്തോ അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് തന്നെയാണ് താരം പിൻവാങ്ങിയത്. താരത്തിന്റെ ഇടതുകാലുടെ തുടയിൽ കൈവച്ചുകൊണ്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ലിയോ മെസ്സിയുടെ ചിത്രങ്ങളും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. നിലവിൽ ആ കാലിൽ ലിയണൽ മെസ്സിക്ക് ഇടയ്ക്കിടെ ഇഞ്ചുറി വരാറുണ്ട് എന്നതും അർജന്റീന ആരാധകർക്കും മിയാമി ആരാധകർക്കുമെല്ലാം ഏറെ നിരാശാജനകമായ വാർത്തയായിരുന്നു. പിൻവലിച്ചുടനെ തന്നെ ലിയണൽ മെസ്സി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു. ഏതായാലും നിർണായക സമയത്താണ് ലിയോ പിൻവാങ്ങിയത്. കാരണം 4-4 എന്ന സമയത്ത് ക്രൂഷ്യലായി നിൽക്കുന്ന സമയത്ത് പരിക്കില്ലാതെ ലിയോ ഒരിക്കലും പിന്മാറുകയില്ല. അങ്ങനെയാണ് മെസ്സി മത്സരത്തിൻ്റെ 74-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതും. ഇപ്പോൾ ഇതാ മുണ്ടോ ആൽബിസിലേസ്റ്റയും TYC സ്പോർട്സും എല്ലാം പറയുന്നത് ലിയണൽ മെസ്സിക്ക് പരിക്കുണ്ടെന്നാണ്. പരിക്കിനെ കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. നമുക്കറിയാം ഇനി വെറും 18 ദിവസം മാത്രമേ വേൾഡ് കപ്പിനുള്ളൂ. ഏകദേശം 16-ാം തീയതിയാണ് അൾജീരിയക്കെതിരെ അർജന്റീനയുടെ വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടം. മെസ്സിക്ക് പരിക്കുകളൊന്നും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയിലാണ് നിലവിൽ അർജന്റീന ആരാധകരുമുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. നമുക്ക് വീഡിയോയിൽ ഇനിയും സംസാരിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ എ സ്പോർട്സ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.